അടുത്തതായി ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ ജൗഹർ അയനിക്കോടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة على ذلك هو خسران المبين സ്നേഹാദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യരായ ഗുരുനാഥന്മാരെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിലെ സ്ഥാപനങ്ങളുടെ സമാദരണീയരായ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ ഉപ്പമാരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാഥന്റെ രക്ഷിതാവിന്റെ രക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങളുടെ പൊന്നു മക്കളാണ്. അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ നന്മയും ലഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മളുടെ വീടും നമ്മളുടെ വീട്ടിലുള്ള നമ്മളും നന്നാകുമ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് വരുന്ന മക്കൾ നല്ലവരാകും. അവർ ഒരു പാഠശാലയിൽ വന്ന് വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കി അവർ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ സമൂഹത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനവും അംഗീകാരവും പാരത്രികമായ ലോകത്ത് രക്ഷയും അതോടൊപ്പം ഈ മഹത്തായ സ്ഥാപനത്തിന് അതിൻ്റെതായ ഖ്യാതി, സുപ്രസിദ്ധി അത് നേടുകയും ചെയ്യും. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുടുംബത്തെ അടക്കം വിളിച്ചുകൂട്ടി ഉള്ള ഒരു വർഷത്തിൽ ഒരു സംഗമം ഇതുപോലെ നടക്കുന്നത്. ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച് അറിയുന്ന ഒരു സദസ്സിനോട് പുതുതായി എന്തെങ്കിലും അവതരിപ്പിക്കാൻ പ്രത്യേകമായി ഇല്ല, ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ബന്ധങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്നത്, കേട്ടാൽ ഉള്ളുകൊണ്ടറിയുന്നത്, ആരെങ്കിലും പറയുമ്പോൾ മനസ്സിലാകുന്ന ബന്ധങ്ങൾ അല്ലാഹു തന്നതാണ്. സ്ത്രീ ഒരേ സമയം ഭാര്യയാണ്, ഒരേ സമയം വല്യമ്മയാകാം, ഒരേ സമയം ഉമ്മയാകാം, അതേ സമയം ആങ്ങളയുടെ പെങ്ങളാകാം, അയൽപ്പക്കത്തുകാരിയുടെ കൂട്ടുകാരിയാകാം. അതുപോലെ പൊന്നുമക്കളുടെ ഉമ്മയാണ്, പേരക്കിടാവാണ്, എല്ലാം ആകും. അതിലുപരി ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളൊക്കെ. ഉപ്പയാണ്,
ഉമ്മയുടെ മകനാണ്, വല്യപ്പയുടെ പേരക്കുട്ടിയാണ്, അയൽക്കാരന്റെ ഉറ്റ സുഹൃത്താണ്, ഭാര്യയുടെ ഭർത്താവാണ്, അതുപോലെ പെങ്ങളുടെ ആങ്ങളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ഈ എല്ലാ തിരിച്ചറിവുകൾ ഉണ്ടായി ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ മുതിർന്നാൽ ഇതൊക്കെ നമ്മൾ ഒരു നാൾ മറക്കേണ്ടി വരും. ഞാൻ തീരുമാനിച്ചതുപോലെ നടക്കും, ഞാൻ പറഞ്ഞതേ ഇവിടെ നടക്കാവൂ, ഞാനാണ് ഇവിടത്തെ എല്ലാം അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു തരത്തിലേക്ക് പലപ്പോഴും എൻ്റെ അഹന്ത എത്താറുണ്ട്. ആ അഹന്ത കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാറുണ്ട്. ആർക്കും ഒന്നും പറയാനോ കേൾക്കാനോ ഒന്നിനും സംസാരിക്കാനോ കഴിയാത്ത ഒരു വീടാണ് ഉള്ളതെങ്കിൽ ആ വീടിന്റെ വിജനമായ അവസ്ഥ വലിയ ഒരുപാട് തറവാട്ടുകളുടെ നന്മയാണ് നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് ഈ ബന്ധം അള്ളാഹു തന്നതാണ്. ഭാര്യക്ക് ഭർത്താവിനെ, ഭർത്താവിനെ ഭാര്യക്ക്, ഉപ്പയെ, വല്യുപ്പയെ, വല്യുമ്മയെ ഒക്കെ അള്ളാഹ് കൊണ്ടുവന്നു തന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആൻ വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, അല്ലാഹു പറയുന്നു, നാം മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്ന്. ഫജഅലഹു നസബൻ വസിഹറൻ വകാന റബ്ബുക ഖദീറ. അല്ലാഹു നമ്മൾക്ക് പിന്നീട് കുടുംബങ്ങളും അവയെ തുടർന്നുള്ള പരമ്പരകളും അതുപോലെ തന്നെ ഗോത്രങ്ങളും ഒക്കെ തുടർച്ചയായി ഇങ്ങനെ തന്നത് അല്ലാഹുവിന്റെ കൃത്യമായ കണക്ക് കൊണ്ടാണ്. വാലറ്റവൻ എന്ന് പറയുന്നത് കുടുംബം ആരും രക്തബന്ധത്തിലില്ലാത്തവൻ എന്നല്ല, മറിച്ച് നമ്മൾ സൽക്കർമ്മങ്ങളെ കൊണ്ടുകൂടി നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ നനച്ചു കൊടുക്കണം. ബുല്ലു അർഹാമക്കും ബിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സലാം കൊണ്ട് നനച്ചു കൊടുക്കുക. വ്യക്തിബന്ധങ്ങളുണ്ട്, സ്നേഹബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹു അല്ലാത്ത എന്തിനേയും നിങ്ങൾ ആരാധിച്ചു കൊള്ളുക, നിങ്ങളുടെ ഇഷ്ടമാണത്. നിങ്ങൾക്കതാണ് ഇഷ്ടമെങ്കിൽ, നിങ്ങൾക്കതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചു കൊള്ളൂ. ഖുൽ പറയുക, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ, തീർച്ചയായും ലോകത്ത് നഷ്ടം സംഭവിച്ചവർ ഖസിറൂ അൻഫുസഹും, അവർക്ക് അവരെ തന്നെയും നഷ്ടപ്പെട്ടു പോയവരാണ്, വഅഹ്ലിഹിം, അവരുടെ കുടുംബങ്ങളെയും. നമ്മൾ ജാമിഅ സലഫിയയിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ്. നമുക്കൊരു വലിയ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ആ ഭാഗ്യം? നമ്മളുടെ മക്കൾ ഇവിടെ ചേർന്നു എന്ന കാരണത്താൽ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ 2-3 മീറ്റിങ്ങുകളെ കൊണ്ട് ആയിട്ടുണ്ട്. അതിനർത്ഥം നമ്മളൊക്കെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരുന്നവരാണ് എന്നല്ല, മറിച്ച് അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് വരുന്ന വഴുതി വീഴലുകൾക്കിടയിൽ, പെട്ടെന്ന് വരുന്ന അപകടങ്ങൾ കാണുമ്പോൾ അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം മറ്റാരെയൊക്കെയോ അറിവില്ലായ്മ കൊണ്ട് വിളിച്ചു പോയിരുന്നു. പക്ഷേ മകൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവന് നൽകപ്പെട്ട ഒരു അപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കപ്പെട്ട് ഫീസ് അടക്കാൻ വേണ്ടി രക്ഷിതാവ് വന്നപ്പോൾ, ആരാധനാലയത്തിൽ കയറിയപ്പോഴോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴോ ജുമഅക്ക് പങ്കെടുത്തപ്പോഴോ ഇവിടെ വരുന്ന മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴോ ഇവിടത്തെ ഗുരുനാഥന്മാരെ കണ്ടപ്പോഴോ നമുക്ക് ആ വലിയ സത്യം മനസ്സിലാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ആരാധന അത് അല്ലാഹുവിങ്കലേക്ക് മാത്രമായി ഏകീകരിക്കേണ്ടതാണ്. അതിൽ വീഴ്ചകൾ സംഭവിച്ചു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു, വഅഹ്ലിഹിം, അവരുടെ കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടിരിക്കുന്നു, യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. അലാ ദാലിക ഹുവൽ ഖസ്റാനുൽ മുബീൻ, ഏറ്റവും വലിയ നഷ്ടം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ സ്ഥലം വിൽക്കാൻ കഴിയാത്തതല്ല. നമ്മൾ ലക്ഷക്കണക്കിന്
ലക്ഷക്കണക്കിന് കൊടുത്തു വാങ്ങിയ സ്ഥലത്തുകൂടെ ഹൈവേ വരുന്നു എന്ന് കേട്ടപ്പോഴല്ല, നാം 2-3 ലക്ഷം കൊടുത്ത് വിസ കൊടുത്തു പോയ മകൻ വിസക്ക് ഇറങ്ങാനാകാതെ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോഴല്ല, നമ്മളുടെ ഈ ഒത്തൊരുമിച്ചുള്ള ഈ കുടുംബങ്ങളാകുന്ന നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ വീട്ടിൽ അല്ലാഹു അല്ലാത്തവരോട് ആരാധന ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ നഷ്ടബോധമാണ് ഏറ്റവും വലിയ നഷ്ടബോധം. അതുകൊണ്ട് നമ്മളുടെ ഈ ബന്ധങ്ങളുടെ പവിത്രതയുടെ ആധാരം നമ്മളുടെ നാഥനായ അല്ലാഹുവാണ്. ആ നാഥനോട് ഏറ്റവും വലിയ കടപ്പാട് നിർവഹിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് ക്യാമ്പുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്യാമ്പിന് ഇവിടെ ഒത്തുചേർന്ന് ഉച്ചക്ക് 1 മണിക്ക് ഈ സെഷൻ അവസാനിക്കുകയാണ്. ജമാഅത്തായി എല്ലാവരും ആരാധനക്ക് വേണ്ടി പോകുന്നു. ആരാധന നിർവഹിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മളുടെ അനിഷേധ്യരായ അധ്യാപകരും ഗുരുനാഥന്മാരും നമുക്ക് വേണ്ടത് പറഞ്ഞു തരുന്നു. നമുക്കൊരുപാട് 200-300 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കിട്ടാത്ത അറിവുകളെയാണ് ഇനി നമുക്ക് പകർന്നു കിട്ടാനുള്ളത്. ഈ ഒരു ഭാഗ്യം, അറിവെന്ന അമൃത്, അറിവെന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ ജാമിഅ സലഫിയ എന്ന യൂണിവേഴ്സിറ്റി അത് അല്ലാഹു നമുക്ക് വേണ്ടി നൽകിയതാണ്. ആ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്റെ മകന് ജോലി കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്റെ മകൾക്ക് ജോലി ശരിയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ മഹത്തായ സ്ഥാപനത്തെ അല്ലാഹുവേ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ എന്ന്. കാരണങ്ങൾ പലതുണ്ടെങ്കിലും സുപ്രധാനമായ ഒരു കാരണം നമ്മളുടെ സന്തതികളുടെ ഖൈർ തന്നെയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർത്തിയെടുത്ത മകൻ, ആ മകൻ അത്യാവശ്യം ഓടാനും ചാടാനും ഒക്കെ ആയപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുട്ടിയോട് ഉപ്പ പറയുകയാണ്. ഉപ്പ പറയുന്നു, ഞാൻ ഉറക്കത്തിൽ കണ്ടിട്ടുണ്ട് നിന്നെ ബലിയറുക്കണം എന്ന്. എനിക്കെന്റെ നാഥന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വിവരമാണ്. ആ കൊച്ചുകുട്ടിക്ക് നടക്കാൻ ആഗ്രഹമുണ്ട്, ഓടാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും പൊന്നുപ്പ സൃഷ്ടാവിന്റെ അടുക്കൽ നിന്നുള്ള വിവരവുമായി വന്ന എന്റെ ഉപ്പ ആ നാഥന്റെ ഉത്തരവുമായി വന്നിരിക്കുന്നു, എന്നെ അറുക്കണം എന്ന്. ആ ഉപ്പയോട് ആ പൊന്നുമകൻ പറഞ്ഞു, ഉപ്പ നിങ്ങളോട് എന്താണോ ആ നാഥൻ കൽപ്പിച്ചത് അത് ഉപ്പ അതുപോലെ ചെയ്തു കൊള്ളുക, ഉപ്പ അതുപോലെ ചെയ്തു കൊള്ളുക. ഉപ്പ അതിൽ ആശങ്കിക്കേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ മകനെ പഠിപ്പിച്ച, നമുക്ക് അങ്ങനെയുള്ള മക്കളാണ് ഇന്നുള്ളത്. പറഞ്ഞാൽ കേൾക്കുന്ന, ഉപദേശിച്ചാൽ ഉൾക്കൊള്ളുന്ന, ആ ഉപദേശങ്ങൾ കേൾക്കാൻ മനസ്സുള്ള മക്കളെ കിട്ടിയതിന്റെ സന്തോഷമാണ്. മുഖമക്കനയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ജാമിഅ സലഫിയയുടെ ബസ്സിലേക്ക് കയറുമ്പോൾ ഉമ്മാക്ക് ആശങ്കയില്ല. അവൾ മക്കനയിട്ടതിൽ വിഷമമില്ല. അവൾ മക്കനയിട്ട് പോയാൽ ഇനി കല്യാണം വരുമോ എന്ന ആശങ്കയില്ല. മക്കനയിട്ടവളെ കെട്ടിക്കൊണ്ടുപോകാൻ ഭക്തയായ ആൺകുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ഈമാനോടെ വിവാഹം ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് മോഡലുകളൊക്കെ മാറ്റി അല്പം വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ മാന്യമായ യൂണിഫോം ധരിച്ച് ബസ്സിലേക്ക് കയറുമ്പോൾ ഒതുക്കി വെച്ച മുടിയുമായി മകൻ ബസ്സിലേക്ക് കയറുമ്പോൾ ഉപ്പ അൽഹംദുലില്ലാ പറയുകയാണ്. എന്താണ് കാരണം? ആശങ്കിക്കേണ്ടതില്ല. പള്ളിയുള്ള കോമ്പൗണ്ടിലേക്ക്, നിസ്കാരമുള്ള കോമ്പൗണ്ടിലേക്ക്, ജുമായുള്ള കോമ്പൗണ്ടിലേക്ക് എന്റെ മകൻ പോവുകയാണ്. ആ നല്ല മക്കൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയും അവിടെ സംഘർഷത്തിന്റെ തിരികൊളുത്താൻ പാടില്ല. അനുഗ്രഹീതമായ ഒരു വീടും അനുഗ്രഹീതമായ സന്താനത്തെയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഹംദ് പറയേണ്ടവരാണ്. ഭാര്യയും ഭർത്താവും, ഭാര്യയാകുന്ന നിങ്ങളും ഭർത്താവാകുന്ന ഞങ്ങളുമൊക്കെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടായാൽ ഈ മക്കളുടെ വിദ്യാഭ്യാസം പാതി വഴിക്ക് നിന്നുപോകും. വീട്ടിൽ നിന്ന് സ്നേഹത്തിന്റെ കണികകൾ കിട്ടാതെയായാൽ ആ മക്കൾ സ്നേഹം തെരഞ്ഞു പോകും. അത് ചിലപ്പോൾ പുളിക്കലങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അവളോട് സ്നേഹമുള്ള ഒരുത്തനെ അവൻ കണ്ടെത്തിയെന്ന് വരും. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ ഓരത്ത് നിന്ന് വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം ഒരുത്തൻ കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ അവളത് വാങ്ങാതിരിക്കുകയില്ല. ഇതിന്റെ അപകടം സംഭവിക്കുന്നത് സ്നേഹനിർഭരമായ വീട്ടിൽ അവിടെ അഗ്നികുണ്ഡം തീർക്കുമ്പോഴാണ്. അതുകൊണ്ട് മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഗേഹം എന്നാണ് അർത്ഥം.
അവിടെ സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. 10ാം ക്ലാസ്സിൽ A+ വാങ്ങിയ കുട്ടി, എല്ലാറ്റിനും A+ വാങ്ങിയ കുട്ടി അഫ്ളലുൽ പ്രിലിമിനറിക്ക് ചേർന്ന് മാർക്കുകൾ കീഴോട്ട് പോകുന്നു. B.Pharm ചേർന്ന കുട്ടിക്ക് മാർക്ക് കുറയുന്നു. +2 ചേർന്ന കുട്ടിക്ക് മാർക്ക് കുറയുന്നു. അധ്യാപകർ വിളിച്ചു ചോദിക്കുന്നു, മോളെ എന്തുപറ്റി, മോനെ എന്തുപറ്റി? അവർ വീണ്ടും ചോദിക്കുന്നു, അവരൊന്നും പറഞ്ഞില്ല. അവർ കരയാൻ തുടങ്ങി. അവസാനം ചിലപ്പോൾ അവർ വിഷമത്തോടെ പറഞ്ഞേക്കാം, സർ എന്ത് ചെയ്യാൻ സർ, വീട്ടിൽ പോയാൽ ഒരു സമാധാനവുമില്ല. എന്താണ്, നിന്റെ വീട്ടിൽ പൈസയില്ലേ? ഉണ്ട്. നിന്റെ വീട്ടിൽ സൗകര്യമില്ലേ? ഉണ്ട്. നിന്റെ വീട്ടിൽ വാഹനമില്ലേ? ഉണ്ട്. എന്താണ് പിന്നെ സംഭവിച്ചത്? സർ ഇതെല്ലാം എന്റെ വീട്ടിൽ ഉണ്ട് എന്നതാണ് എന്റെ വീട്ടിന്റെ നഷ്ടം. എന്താണ്? ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് എന്റെ ഉപ്പയും ഉമ്മയും സ്വത്തിനു വേണ്ടി തല്ലുകൂടുകയാണ്. അതിന്റെ ഇടക്ക് ഉപ്പ ഉമ്മയെ അടിക്കും, ഉമ്മനെ വിഷമപ്പെടുത്തും. അതിന്റെ ഇടക്ക് ബാപ്പ പിന്നെ ഉമ്മാനെ ഇറക്കി വിടും. മക്കളായ ഞങ്ങള് ഇനി എന്താ കാട്ടുക? ആ കുട്ടി പഠനത്തിൽ പിറകോട്ട് പോയി. ഏതെങ്കിലും ഒരു പറങ്കി മൂച്ചി തോട്ടത്തിൽ ഒരു ഷാളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കാണേണ്ടി വന്നാൽ നമ്മൾ അതിന്റെ ഉത്തരവാദികളാണ്. അതുകൊണ്ട് വീട് സ്നേഹത്തിന്റെ കേന്ദ്രങ്ങളാക്കണം. ആ മക്കൾക്ക് കൂട്ടുത്തരവാദിത്തത്തിൽ ഉപദേശങ്ങൾ കൊടുക്കപ്പെടണം. ആ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അവർക്കൊരു വസ്ത്രവും അവർ നിങ്ങൾക്കൊരു വസ്ത്രവുമാണ് എന്നാണ്. കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ്. ആത്മവിശുദ്ധി നമുക്ക് അനിവാര്യമാണ്. പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ മുമ്പത്തുള്ള 3 ക്ലാസ്സുകളിൽ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കടക്കമുള്ളവർക്കുള്ളത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളുടെ രക്തബന്ധത്തെയും സ്നേഹബന്ധത്തെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആധുനികതയുടെ അപകടം മൂക്കുന്നതിന്റെ മുമ്പ് പഴുക്കുക എന്നതാണ്. മൂക്കുന്നതിന്റെ മുമ്പ് പഴുക്കുക, അവസാനം പഴുത്ത് +2 നിന്ന് തന്നെ പഴുത്തുളുമ്പി വൃത്തികെട്ടവരായി ആൾക്കാർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത വൃത്തികേടുകളുടെ കഥകൾ നാട്ടിൽ നോവൽ പോലെ പരക്കുന്നു. ആരാണതിലെ നടി? നമ്മളുടെ മോളാണ്. ആരാണതിലെ നടൻ? നമ്മളുടെ മകളാണ്, നമ്മളുടെ മകനാണ്. എന്താണ് കാരണം? ഈമാനിന്റെ കുറവാണ്, ഇഖ്ലാസിന്റെ കുറവാണ്. ഇതെവിടെ നിന്ന് കിട്ടും? ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ്. പള്ളിയിലെ 10 മിനിറ്റ് പ്രസംഗം കൊണ്ട് കിട്ടുന്നതല്ല, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന വീടാവുക. മക്കളെ, നിങ്ങൾ ഇറങ്ങുമ്പോൾ സലാം പറഞ്ഞിറങ്ങണം. സലാം പറഞ്ഞു പോകുന്ന മകന് ഉപ്പ കൈ കൊടുക്കുന്നു. ഉപ്പ അവനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കുന്നു. ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. മകൻ ചോദിച്ചു, വാപ്പ ഇതൊക്കെ ഹൈദരാബാദിലേക്ക് യാത്ര അയക്കുമ്പോഴല്ലേ ചെല്ലാറുള്ളത്? ഹജ്ജിന് യാത്ര അയക്കുമ്പോഴല്ലേ ചെല്ലാറുള്ളത്? ജാമിയ സലഫിയയിലേക്ക് എന്നും 9 മണിക്ക് പോകുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് അസ്തൗദിഉല്ലാഹ ദീനക എന്നൊക്കെ പറയുന്നത്? ഞാൻ ഹജ്ജിനൊന്നും പോകല്ലോ മോനെ. ഹജ്ജിന് പോകുന്നവൻ അവൻ ഹിദായത്തിന്റെ വഴികളിലൂടെ നടന്നു പോവുകയാണ്. ലോകത്ത് വഴിതെറ്റുന്ന കലാലയങ്ങളും അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴികളും നിന്റെ മതത്തെയും നിന്റെ ഈമാനിനെയും ഞാൻ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. ദീനീ ചിട്ട പുലർത്തുന്ന ഉപ്പ മകനൊരു ഉഷാറാണ്. വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടിയോട് നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഉപ്പ, അത് നമുക്കുണ്ടായാൽ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തങ്ങളുടേതായ ധാർമ്മിക രംഗത്ത് ഇഖ്ലാസ് വഖല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. സഹോദരി വാതിലടച്ചു. സുന്ദരിയായ സഹോദരി വാതിലടച്ചിട്ട് സുന്ദരനായ ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു. തിന്മക്ക് വേണ്ടി ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് രക്ഷ തേടുകയാണ്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട് വഴിതെറ്റിപ്പോകാൻ. ഉപ്പ എന്തേ മോനെ ഉപ്പ മീറ്റിങ്ങിന് വരാത്തത്? ഉപ്പ നമ്മളൊന്നും നോക്കലൊന്നുമില്ല. എന്തേ ഉപ്പ നോക്കലൊന്നുമില്ല? ഉപ്പ അങ്ങനെ പോയി ഏതോ ഒരു ഓഫീസിലുള്ള ഒരു പെണ്ണിനേറ്റ് എന്തൊക്കെ ആയി. ബാപ്പഞ്ഞി ഞങ്ങളോട് പെരീക്ക് പോണ്ടാർജന. എന്നിട്ട് നിങ്ങൾ എവിടെയാ? ഞങ്ങളൊരു വാടക പെരെ പാർക്കുകയാണ്. എന്ത് സംഭവിച്ചു? ഉപ്പയാകുന്ന നമ്മൾ ഖുർആൻ പറഞ്ഞ ചരിത്രം അറിയാത്തത് കൊണ്ട്, എവിടെന്നോ ഒരു സുന്ദരിയെ കണ്ണിൽപ്പെട്ടത് കൊണ്ട് അവളുടെ പിറകെ നടന്ന് ഇത്രയും കാലം ചോറ് വിളമ്പി തന്ന ഈ പൊന്നുമ്മയെ ഉപേക്ഷിച്ച് ഉമ്മാനി മക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഉപ്പ ജീവിക്കുകയാണ്. ഇസ്ലാമികമായ ബാധ്യത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏറ്റെടുത്തവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് താങ്ങും തണലുമാകേണ്ടുന്ന രക്ഷിതാക്കൾ
രക്ഷിതാക്കളാണ് എന്ന വിഷയം ഗഫൂർ സാഹിബ് PMA ഗഫൂർ സാഹിബ് നമ്മളെ ഉണർത്തിയതുകൊണ്ട് അത് വിശദമായി പറയുന്നില്ല. ശത്രുതകൾ കൂടപ്പിറപ്പുകളാണ് ഇന്ന്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന ഞാനും ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന അനുജനും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന ജ്യേഷ്ഠനും തമ്മിൽ ഇന്ന് പലപ്പോഴും മിണ്ടാറില്ല. ചില കുടുംബങ്ങളിൽ ജ്യേഷ്ഠനുജന്മാർ തമ്മിൽ തെറ്റിയത് കാരണം മക്കൾ തമ്മിൽ മിണ്ടാറില്ല. ഇനിയോ അവര് പെണ്ണ് കെട്ടിയാൽ അവർക്ക് മക്കൾ ഉണ്ടാവും. ഓരേ ബാങ്ക് കൊടുക്കണതിന് പകരം ചെവിയിൽ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? മൂത്താപ്പാന്റെ മക്കളോട് മിണ്ടരുത്, മുത്താപ്പാന്റെ മക്കളോട് മിണ്ടരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ജനിച്ചു വരുന്ന അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എളാപ്പാന്റെ മക്കളോട് മിണ്ടാൻ പാടില്ല. എന്താ വാപ്പാ മിണ്ടാത്തത്? അത് 25 കൊല്ലം മുമ്പുള്ള വേറൊരു കേസാണ്, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് കുടുംബത്തിലുള്ള ആളുകൾ മറ്റുള്ളവർ കിണറ്റിൽ നടുക്കപ്പെട്ടു. അള്ളാഹുവിന്റെ വിധിയാൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായി അരിക്ക് വേണ്ടി ഭിക്ഷയാചിച്ച് പട്ടിണി കിടന്നു വരുന്നു. ആ കൂട്ടത്തിൽ അരി കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് യൂസുഫ് നബിക്കറിയാം, വാങ്ങുന്ന സഹോദരന്മാർക്കറിയില്ല. പക കാരണം, ദേഷ്യം കാരണം കിണറ്റിലിട്ട ഞങ്ങളുടെ സഹോദരനാണ് പട്ടിണി കിടക്കുമ്പോൾ അരി തരുന്നതെന്ന് അവർക്കറിയില്ലെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിളങ്ങുന്ന കണ്ണിൽ നിന്ന് അതറിയാം. പക്ഷേ പകയുടെ തീക്കണൽ ഉണ്ടായില്ല. പകരം അരി കൊടുത്തു. സുഹൃത്ത് അനുജനെ ബിന്യാമീനെ അള്ളാഹുവിന്റെ വിധിയാൽ പിടിച്ചു വെക്കപ്പെട്ടു. പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തുണ്ടെങ്കിലും വരിക, നിങ്ങൾ കാരുണ്യത്തിന്റെ ദിവസങ്ങളാണ് എന്ന്. ഇത്തരത്തിലുള്ള തീക്കനലുകൾ കുടുംബങ്ങളിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളുടെ കുടുംബ സമ്മേളനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ ആ കുടുംബ സമ്മേളനം, ചുള്ളിക്കുളവൻ കുടുംബ സമ്മേളനം, വടക്കേതിൽ കുടുംബ സമ്മേളനം, ഒരുപാട് കുടുംബങ്ങൾ ഒത്തുചേർന്ന് നോക്കുമ്പോൾ 3500ഓളം ആളുകൾ ഒത്തൊരുമിച്ചുള്ള വലിയ കുടുംബ സദസ്സ്. അവിടെ നമ്മളുടെ മക്കളൊക്കെ എത്തിപ്പെട്ടു. എല്ലാവരും, ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒത്തുചേർന്നു. എവിടെയൊക്കെയാ പഠിക്കണേ? നേടത്താണ്. എന്തിനാ പഠിക്കണേ? ഇന്ന കോഴ്സിനാണ്. ആരാ പഠിക്കാത്ത? അന്വേഷിച്ചു. പഠനം പാതി വഴിയിൽ നിർത്തി. അവരെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഒരു സമിതി രൂപീകരിച്ചു. കുടുംബ സമ്മേളനം, കുടുംബ സംഗമം നമ്മളുടെ മകന് പഠിക്കാൻ ഒരു കാരണമായി. പഠിപ്പിക്കാൻ ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ, മക്കളില്ലാത്തതിന്റെ പേരിൽ പണം ബാങ്കിലും അലമാരയിലും സൂക്ഷിച്ച ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരെന്തു ചെയ്തു? അവർ ആ സമ്പത്ത് കൊണ്ട് കുടുംബത്തിൽ പഠിക്കാൻ പണമില്ലാത്ത 3 കുട്ടികളെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടായി? കൂട്ടമായി ഇറങ്ങിക്കുമ്പോൾ മല പോലും പറിച്ചു കൊണ്ടുവരാൻ കുടുംബ ബന്ധങ്ങൾക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ആർത്തിമൂത്തവരാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് നല്ല സൗഭാഗ്യമാണ് അള്ളാഹു തന്നിട്ടുള്ളത്. ആരോടും സലാം പറയാനുള്ള മനസ്സിന്റെ വിശാലത, ആർക്കും പുഞ്ചിരി കൊടുക്കാനുള്ള മനസ്സിന്റെ വിശാലത. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കോഴിക്കളൊക്കെ അരിയേറ്റ് ചെന്നാ വിളിച്ചണമാരി എല്ലാവരും കൂടി ഓടി വരിക. ഭാര്യയും വരികയാണ്, മക്കളും വരികയാണ്. എല്ലാവരും വീട് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ സന്തോഷത്തിന്റെ വിത്തുകളാണ്. എന്നാൽ പെട്ടെന്ന് അത് അവസാനിക്കാൻ ഒരൊറ്റ കാരണം മതി. പിന്നെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? വൽ ആദിയാത്തു ളബഹ ഫൽ മൂരിയാത്തു ഖദഹ വൽ മുഗീറാത്തു സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. നാക്കാലിയായ കുതിര തന്റെ ഉടമയോടുള്ള ചോറ് കൊടുത്ത കൂറ് കാരണം മുന്നോട്ട് കുതിച്ചു പാഞ്ഞ് കല്ലിൽ കുളമ്പ് തട്ടിച്ച് തന്റെ ചോറ് കൊടുത്ത യജമാനനോട് കൂറ് കാണിക്കുന്ന കുതിര തന്നെയാണ് സത്യം. പലപ്പോഴും കുതിരെ എന്ന് വിളിക്കുന്നത് വളരെ മോശമായ ഒരു വർഗ എന്ന് കാണാറുണ്ട്. ഖുർആൻ കുതിരനെ നല്ല ഒരു ജീവിയായിട്ടാണ്. തിന്ന ചോറിന് കൂറ് കാണിക്കണ കുതിര തന്നെയാണ് സത്യം. എന്നിട്ട് ഖുർആൻ പറയാ, നാക്കാലിയായ കുതിര നന്ദി കാണിക്കുമ്പോൾ
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇരുകാലിയായ മൃഗം ഏറ്റവും നന്ദികെട്ട വർഗ്ഗമാണ്. കാരണം അവൻ തന്നെയും അതിന് സാക്ഷിയാണ്. ഉമ്മ മക്കളെ കിണറ്റിലിട്ട് കൊന്നു, ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്ന്, ബാഗിലാക്കിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയിട്ടു. അല്ലേ, കാമുകിക്ക് വേണ്ടി ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കുരുതുക്കി കൊടുത്തു. മകളെ രണ്ടാമത്തെ വിവാഹം ചെയ്യാൻ നടക്കാത്തത് കൊണ്ട് കൊണ്ടുപോയി ജിന്നുമ്മയെ ഏൽപ്പിച്ചു. ജിന്നുമ്മക്ക് പെട്രോളും കൊണ്ടുപോയി കൊടുത്തു, തീപ്പെട്ടിയും കൊണ്ടുപോയി കൊടുത്തു. മക്കളെ കരിച്ചു കൊന്നു. പാതകം ഉമ്മത്തിന്റെ മൊത്തം തലയിലാണ്. ഓർക്കുക, കുറ്റങ്ങൾ അധികരിച്ചു വരികയാണ്, കുറ്റകൃത്യങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു. മാലി, എനിക്ക് എന്താണുള്ളത്? മാലി, എന്റെ മുതല്. മാലി, എനിക്കൊന്നുമില്ല. മൂന്നിനും ഒരൊറ്റ അറബി പദമാണുള്ളത്. ഈ ലോകത്തേക്ക് ജനിച്ചു വന്നപ്പോൾ കൈ മടക്കി പിടിച്ചു വന്നു, എന്തൊക്കെയോ നേടി, കുടുംബങ്ങളായി, ബന്ധങ്ങളായി. അവസാനം ദാമ്പത്തിക ജീവിതം സാമ്പത്തിക ജീവിതമായി. മക്കൾ പഠിക്കാൻ പോകുമ്പോൾ മക്കളോട് പറഞ്ഞു, എടോ ഒരു ബിഷൊക്കെ എടുത്ത് വേഗം പോയി കുറച്ച് ദിർഹമു റിയാലോ ഒക്കെ അയച്ചോണ്ടാ. നാട്ടുകാരും ഇവ മുതലാളിയായി. പാവം മക്കൾ പഠനം പോലും പൂർത്തിയാക്കാതെ വിദേശത്തേക്ക് പറഞ്ഞയച്ചു. അവൻ ഒരു കല്യാണം കഴിച്ചു, അവള് വീട്ടിലുണ്ട്. അവളെ ഒന്ന് കൊണ്ടുപോകാൻ അവനൊരു പൂതി. അവനും അവളും തമ്മിൽ ഒത്തുകഴിഞ്ഞ ബാപ്പിയും പുറത്താകുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് അതും കൊളാക്കി. അവസാനം മകനും കൊളായി, മരുവോളും കൊളായി, ഒരയും കൊളമായി. ഒരു ബെഡിൽ ഞാനും നിങ്ങളും കടക്കുമ്പോൾ ഒരുപാട് മാപ്പ് പറയാൻ ആരെയും കണ്ടുകിട്ടുന്നില്ല. സ്വത്തിന്റെ പേരിൽ, അമിതമായ സ്നേഹത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും മക്കളും ജ്യേഷ്ഠനും അനിയനും ഒക്കെ പോയി. അവസാനം മരിക്കാൻ നേരം ഒരു 10-200 വക്കീൽമാരുണ്ടാവും കെലിമ ചൊല്ലിത്തരാൻ. കാരണം എന്താ? ഓൽക്കൊക്കെ വക്കീൽ ഫീസ് വാങ്ങിപ്പോയതാ. 200 ഏക്കറ, 10 ഏക്കറ, 5 ഏക്കറ, 4 ഏക്കറ. രക്തബന്ധത്തെക്കാൾ കൂടുതൽ സമ്പത്തിനെ സ്നേഹിക്കുമ്പോൾ തകർന്നു പോകുന്ന ബന്ധങ്ങൾക്ക് പകരം സ്നേഹനിർഭരമായി റബ്ബ് തന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്, നാഥനോട് നന്ദി കാണിച്ചുകൊണ്ട് നല്ല സ്നേഹബന്ധങ്ങളെ സ്ഥാപിച്ച് ജാമിഅയിൽ സലഫിയിൽ ചേർക്കപ്പെട്ട നമ്മളുടെ പൊന്നു മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാനും നല്ല സ്വഭാവം ലഭിക്കുവാനും, നമ്മളൊക്കെ വഫാത്തായാൽ നമ്മളുടെ ഖബറിന്റെ അടുത്ത് വന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറാനും റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.